ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് തമിഴ് സിനിമയിലെ ഇതിഹാസ ചലച്ചിത്രകാരനും പ്രശസ്ത നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. സംവിധായകൻ, തിരക്കഥാകൃത്ത്, നടൻ, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, രാഷ്ട്രീയ പ്രവർത്തകൻ തുടങ്ങി സിനിമാ സാമൂഹിക രംഗങ്ങളിൽ സമാനതകളില്ലാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സിനിമയിലെ തന്നെ തിരക്കഥകളുടെ രാജാവെന്നറിയപ്പെടുന്ന ഭാഗ്യരാജിന്റെ വേർപാട് തമിഴ് ചലച്ചിത്ര ലോകത്തിന് നികത്താനാവാത്ത വലിയൊരു നഷ്ടമാണ്. തമിഴ് ചലച്ചിത്ര ലോകത്ത് കെ ഭാഗ്യരാജ് എന്ന പേരൊരു സാമ്രാജ്യമായി വളർന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ടായിരുന്നില്ല. സിനിമയെ അടിമുടി സ്നേഹിച്ച ഒരു സാധാരണക്കാരൻ തമിഴ് സിനിമയുടെ വ്യാകരണങ്ങൾ തിരുത്തിക്കുറിച്ച മറ്റൊരു ഇതിഹാസത്തിന്റെ നേരിൽ വളർന്നു പന്തലിച്ചതിന്റെ വിസ്മയകരമായ ചരിത്രമാണിത്. 1953 ജനുവരി 7-ന് തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലുള്ള വെള്ളൻകോയിലായിരുന്നു ഭാഗ്യരാജ് ജനിച്ചത്. ചെറുപ്പം മുതലേ സിനിമ തലക്കി പിടിച്ച അദ്ദേഹം ചെന്നൈ നഗരത്തിൽ എത്തുമ്പോൾ കൈമുതലായി ഉണ്ടായിരുന്നത് കഥകൾ മെനയാനുള്ള അപാരമായ കഴിവ് മാത്രമായിരുന്നു. തമിഴ് സിനിമയിലെ സ്റ്റുഡിയോകളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് ഇറക്കി നിർത്തിയ വിപ്ലവ സംവിധായകൻ ഭാരതിരാജയുടെ അസിസ്റ്റന്റായും ചീഫ് അസോസിയേറ്റ് ആയും മാറിയതോടെയാണ് ഭാഗ്യരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയത്. തമിഴ് സിനിമയുടെ ചരിത്രരേഖകളായി മാറിയ ചിത്രങ്ങളുടെ അണിയറയിലാണ് അദ്ദേഹം തന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചെടുത്തത്. ഭാരതരാജയുടെ വിശ്വസ്തനായ സഹായി എന്ന നിലയിൽ തമിഴ് സിനിമയിൽ എക്കാലത്തെയും വലിയ ക്ലാസിക്കുകളുടെ ഭാഗമാകാൻ ഭാഗ്യരാജിന് സാധിച്ചു. 16 വയതിനിലെ എന്ന കമലഹാസനും രജനീകാന്തും ശ്രീദേവിയും തകർത്ത് അഭിനയിച്ച ചിത്രത്തിന്റെ പ്രധാന തിരക്കഥാ പങ്കാളികളിൽ ഒരാളായിരുന്നു ഭാഗ്യരാജ്. സിനിമയിലെ ഒരു പ്രധാന വേഷത്തിലൂടെ അദ്ദേഹം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുകയും ചെയ്തു. സിഗപ്പ് റോജാക്കൾ എന്ന തമിഴിലെ എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്ന ചിത്രത്തിന്റെ രചനയും ഭാരതരാജയ്ക്കൊപ്പം ഭാഗ്യരാജ് എന്ന പ്രതിഭയുടെ തലച്ചോറും ഉണ്ടായിരുന്നു. മറ്റൊരു സംവിധായകന്റെ നിഴലിൽ ഒതുങ്ങി നിൽക്കാൻ ഭാഗ്യരാജ് എന്ന പ്രതിഭയ്ക്ക് സാധിക്കുമായിരുന്നില്ല. 2 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം 1979 അദ്ദേഹം തന്റെ ആദ്യ ചിത്രം സംവിധാനം ചെയ്തു. ഭാഗ്യരാജ് തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച് പ്രധാന വേഷത്തിലെത്തിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന തമിഴ് ചിത്രം സിനിമാ പ്രേക്ഷകർക്ക് തികച്ചും പുതിയൊരു അനുഭവമായിരുന്നു. സാധാരണക്കാരുടെ ജീവിതവും അവർക്കിടയിലെ ദാമ്പത്യവും കുടുംബ പ്രശ്നങ്ങളും തനതായ ഹാസ്യത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്ന ഒരു പുതിയ മേക്കിംഗ് ശൈലി അദ്ദേഹം തമിഴിന് പരിചയപ്പെടുത്തി. ആദ്യ ചിത്രം വിജയിച്ചതോടെ തമിഴ് സിനിമാ ലോകം ഭാഗ്യരാജ് എന്ന പുതിയ നായകനെയും സംവിധായകനെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അതുവരെ തമിഴ് സിനിമകളിൽ കണ്ടിരുന്ന അതിഭാവകത്വമുള്ള ഡയലോഗുകൾക്ക് പകരം തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരോട് നേരിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത. ഈ ഒരു തനത് ശൈലിയാണ് പിന്നീട് പതിറ്റാണ്ടുകളോളം ബോക്സ് ഓഫീസിനെ വിറപ്പിച്ചൊരു ചലച്ചിത്ര സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. കെ ഭാഗ്യരാജ് എന്ന ചലച്ചിത്ര പ്രതിഭയ്ക്ക് ഇന്ത്യൻ സിനിമാ ലോകം നൽകിയ അംഗീകാരങ്ങളും വെള്ളി വെളിച്ചത്തിനപ്പുറമുള്ള അദ്ദേഹത്തിന്റെ മാതൃകാപരമായ വ്യക്തി ജീവിതവുമാണ് നമ്മൾ ഇനി നോക്കുന്നത്. സിനിമയിൽ അദ്ദേഹത്തെ സൃഷ്ടിച്ച വിപ്ലവങ്ങൾ പ്രേക്ഷകരും ചലച്ചിത്ര സംഘടനകളും നൽകിയ ആദരവ് ചെറുതല്ല. തമിഴ് സിനിമയുടെ വ്യാകരണങ്ങൾ തിരുത്തി എഴുതിയ ഈ അതുല്യ പ്രതിഭയെ തേടി നിരവധി പുരസ്കാരങ്ങളാണ് കരിയറിന്റെ വിവിധ ഘട്ടങ്ങളിൽ എത്തിച്ചേർന്നത്. ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിലും നടനെന്ന നിലയിലും മികച്ച സംഭാവനകൾ നൽകിയ അദ്ദേഹത്തെ രാജ്യം പലപ്പോഴായി ആദരിച്ചു. 1983 പുറത്തിറങ്ങിയതും തമിഴ് സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റുകളിലൊന്നായ മുന്താണി മുടിച്ചു എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് അദ്ദേഹം ഫിലിംഫെയർ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് അദ്ദേഹം നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകളെ മുൻനിർത്തി 2014 അദ്ദേഹത്തിന് സൈമ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി. സിനിമയിലെ തിരക്കുകൾക്കിടയിലും തന്റെ കുടുംബത്തെയും ഒപ്പം ചേർത്ത് വയ്ക്കാൻ ഭാഗ്യരാജ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ചലച്ചിത്ര ലോകത്ത് ഏറെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് അദ്ദേഹത്തിന്റേത്. സാധാരണക്കാരുടെ കഥകൾ ലളിതമായി സ്ക്രീനിൽ എത്തിച്ച ആ തിരക്കഥാ യുഗത്തിനാണ് ഇന്ന് ചെന്നൈയിൽ അന്ത്യമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ശേഷം ചെന്നൈയിൽ വെച്ച് തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകളും നടക്കുക.